സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിദ മാഡത്തിന് എന്താണ് സംഭവിച്ചതെന്നറിയാതെ രാധികയ്ക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഫിദ മാഡത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് രാധിക ഷാമയുടെ വീട്ടിലെത്തുവാണ്. ഈ സമയം രാധിക വന്ന് കോളിംഗ് ബെൽ അടിക്കുവാണ് കേട്ടോ. അന്നേരം വാതിൽ തുറക്കുന്നത് അമൃതയായിരിക്കും. അമൃതയെ കാണുന്നതും രാധിക ഫിദയെക്കുറിച്ച് ചോദിക്കണേ, മാഡം അമൃത മാഡം എന്താ പറ്റിയത്? ഫോൺ വിളിച്ചപ്പോൾ എന്തിനാണ് ഫിദ മാഡം എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രവൃത്തികൾ ഫിദ മാഡത്തെ വേദനിപ്പിക്കുന്ന രീതിയിലുണ്ടായോ? അതുകൊണ്ടാണോ മാഡം എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? എനിക്ക് മാഡത്തിൻ്റെ പെരുമാറ്റം സഹിക്കാൻ പറ്റുന്നില്ല. അന്നേരം രാധികനകത്തേക്ക് വിളിക്കുവാണ് അമൃത. രാധിക മോള് തന്നെ വാ, ചെന്ന് ഫിദയോട് തന്നെ ചോദിക്കുക എന്താ കാര്യം എന്ന്. ഈ സമയം ഷാമയും ഫിദയുടെ വേഷത്തിൽ അങ്ങോട്ടേക്ക് എത്തുവാണ്. അങ്ങനെ രാധിക ഷാമയുടെ കാര്യം തിരക്കുവാണ്. എന്താ പറ്റിയത്? എന്തിനാ മാഡം ഇങ്ങനെ എന്നോട് പെരുമാറുന്നത്? മാഡത്തിൻ്റെ പെരുമാറ്റം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അന്നേരം ക്ഷമ പറയുവാണ്, നമ്മളെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് നിന്ന് നമ്മളോടൊരു അതൃപ്തി തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായാൽ അതാർക്കാണെങ്കിലും സഹിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ നമ്മൾ ചതിച്ചാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഈ സമയം രാധയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. രാധയ്ക്ക് ചോദിക്കുന്നുണ്ട്, മാഡം ഒന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? അന്നേരം ശ്യാമ ആശ്രമത്തിലെ വരൺ വന്നതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. വരൺ അവിടെ ആശ്രമത്തിലെത്തിയ കാര്യം രാധയ്ക്കറിയായിരുന്നോ? മോളും കൂടി അറിഞ്ഞുകൊണ്ടാണോ എന്നെ പറ്റിച്ചത്? അതൊരു പരിശുദ്ധമായ സ്ഥലമല്ലേ, അവിടെയാണോ നിങ്ങൾ പ്രേമ നടത്തേണ്ടത്? അന്നേരം രാധികയാണെങ്കിൽ അതൊക്കെ കേട്ട് ആകെ ഞെട്ടിലോടെയും സങ്കടത്തോടെ നിൽക്കുകയാണ്. രാധിക പറയണേ, സത്യമായിട്ടും വരൻ അവിടെ എത്തിയത് എനിക്കറിയില്ല മാഡം. അവിടെ എത്തി ഒരു ദിവസത്തിന് ശേഷം മാത്രമോ വരൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പോലും മനസ്സിലാക്കിയത്. ഒരിക്കലും മാഡത്തെ പറ്റിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. അങ്ങനെ രാധിക എല്ലാ കാര്യങ്ങളും ഷാമയോട് തുറന്നു പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും രാധികയുടെ ഫോണിലേക്ക് വരണിൻ്റെ കോൾ വരുന്നത്. അങ്ങനെ അത് കാണുന്നതും ഷാമ രാധികയോട് കോൾ എടുക്കാൻ പറയുവാണ്. ഫോൺ സ്പീക്കറിലായിക്കോട്ടെ ഇടുന്നത്. അങ്ങനെ സ്പീക്കറിലിട്ട് രാധിക വരണമായിട്ട് സംസാരിക്കണേ. ഈ സമയം വരൺ കാറിന് പോകുമായിരിക്കും. അങ്ങനെ രാധികയോടാണെങ്കിൽ വരൺ നല്ല സ്വാതന്ത്ര്യത്തോടെ തൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് രാധികയ്ക്ക് ഫോണിലൂടെ ഒരു ഉമ്മയും കൊടുക്കുന്നുണ്ട്. ഈ സമയം ഇതാണെങ്കിൽ അവിടെ ഷാമയും അമൃതയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ രാധികയാണെങ്കിൽ ഒരു ചമ്മലോട് കൂടി പെട്ടെന്ന് തന്നെ ഫോണൊക്കെ കട്ട് ചെയ്യുമായിരിക്കും. പിന്നീട് കണിമംഗലത്തെ തിരിച്ചെത്തുന്ന വരനെയാണ് കാണിക്കുന്നത്. വരൻ അങ്ങനെ സന്തോഷത്തോടെ നേരെ ഓടിച്ചിൽ നിന്ന് മുത്തശ്ശിയുടെ അരികിലേക്കാണ്. എൻ്റെ മനസ്സിലുള്ള സന്തോഷമെല്ലാം വരൻ മുത്തശ്ശിയോട് തുറന്നു പറയുകയും മുത്തശ്ശിയെ പൊക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരൻ്റെ ഈ ഭാവമാറ്റമൊക്കെ കഴിഞ്ഞിട്ട് മുത്തശ്ശിക്ക് സന്തോഷമാകണേ. കാത്തിരുന്നതിനൊക്കെ കയ്യും മനസ്സും നിറച്ച് കിട്ടിയില്ലേ നിനക്ക്? കിട്ടി മുത്തശ്ശി, ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഹാപ്പിയായത്. ഇനി എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരുടെയും സമ്മതത്തോടെ രാധികയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അതിന് എന്താണെങ്കിലും അധികം നാളൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. രാധികയുടെ അച്ഛനൊന്ന് അസുഖമൊക്കെ മാറി എണീറ്റോട്ടെ. ഉടനെ തന്നെ ഞാൻ എൻ്റെ പെണ്ണിനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് എത്തും. അങ്ങനെ അവർ സന്തോഷത്തോടെ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ പ്രിയങ്ക അങ്ങോട്ടേക്ക് വരുന്നത്. പ്രിയങ്കയെ കാണുന്നതും വരൻ്റെ കൺട്രോൾ പോകുവാണ്. വരൺ പ്രിയങ്കയോട് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയും വരനോടും മുത്തശ്ശിയോടും ദേഷ്യപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും വരൺ ആഗ്രഹിക്കുന്ന പോലെയൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഒരിക്കലും രാധികേനെ നിന്നെയും ഒന്നിച്ച് ജീവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഇത് കണ്ടോ, ഈ താലി എൻ്റെ ഉള്ളിടത്തോളം കാലം വരനും രാധിക്കും ചേർന്ന് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ തന്നെയായിരിക്കും ഈ കളിമകളത്തെ മരുമകൾ. എന്നെ അങ്ങനെ നിഷ്പ്രയാസം ഇറക്കിവിടാന്ന് നിങ്ങളാരും കരുതണ്ട. അങ്ങനെ പ്രിയങ്കയുടെ ആ വെല്ലുവിളിയൊക്കെ കേൾക്കുമ്പോൾ വരൻ അങ്ങ് ഭ്രാന്തളകുവാണ്. വരുൺ പ്രിയങ്കയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് തരണേ, നിന്നെ ഇപ്പം തന്നെ ഞാൻ പുറത്തിറക്കി കാണിച്ചു തരാടി. അങ്ങനെ പ്രിയങ്കയെ മുടിക്ക് കുത്തിപ്പിടിച്ച് പുറത്തേക്ക് തള്ളിയിടുവാണ്ടോ വരും. ഈ സമയം ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ട് പത്മിനിയും ഉർവശിയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. ഇതേ സമയത്തായിരിക്കട്ടോ പരമേശ്വരൻ അവിടെ എത്തുന്നത്. പരമേശ്വരൻ എത്തുമ്പോൾ കാണുന്ന കാഴ്ച മുറ്റത്ത് കിടക്കുന്ന പ്രിയങ്കേനെ ആയിരിക്കും. ഈ സമയം അച്ഛനെ കാണുന്നതും പ്രിയങ്ക അങ്ങ് അലറി വിളിച്ച് കരഞ്ഞു നിൽക്കുവാണ് കേട്ടോ. അന്നേരം വരണാണെങ്കിൽ കൂടുതലൊന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോകുക. ഈ സമയം പരമേശ്വരൻ വന്ന് ചോദിക്കണേ, എന്താ ഇവിടെ നടക്കുന്നത്? എന്ത് പറ്റും മോളെ? അന്നേരം പ്രിയങ്ക പറയണേ, അച്ഛന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നതല്ലേ, വരുണിൻ്റെ മനസ്സിലെന്താണെന്നറിയാവുന്നതല്ലേ. പക്ഷേ എനിക്ക് വരുണില്ലാതെ ജീവിക്കാൻ പറ്റില്ല. വരുൺ എന്ത് തന്നെ എന്നോട് ചെയ്താലും അതൊക്കെ ഞാൻ സഹിച്ച് നിന്നോളാം. പക്ഷേ വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് മാത്രം എന്നോട് ഇറങ്ങിപ്പോകാൻ ആരും പറയല്ലേ എന്നും പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന് കരയുവാണ് കേട്ടോ. ഈ സമയം അതെല്ലാം കണ്ട് മനസ്സലിഞ്ഞ് നിൽക്കുവാണ് പരമേശ്വരൻ. അന്നേരം പരമേശ്വരൻ പറയണേ, വരുണിൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല പത്മിനി. മോളെ, നിന്നെ ഇവിടുന്ന് ആരും പടിയിറക്കി വിടാൻ പോകുന്നില്ല. അതിന് ഈ പരമേശ്വരൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് പ്രിയങ്കയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാണ് കേട്ടോ. പിന്നീട് ചന്ദ്രശേഖരനും ഗൗതമും ഉർവശിയൊക്കെ ചേർന്ന് റൂമിലിരുന്ന് പ്ലാൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, എന്താണെങ്കിലും അവൾ ഏർപ്പാടാക്കിയ ആളുകൾ ഉടനെ എത്തും. അവളുടെ തട്ടിക്കൊണ്ടുപോകുന്ന നാടകം നമുക്ക് പൊളിച്ചെടുക്കണം. പ്രിയങ്ക ചാകണം. ഇന്നത്തോടെ തന്നെ അവളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതേ സമയം പ്രിയങ്കയാണെങ്കിൽ
ആ ഗുണ്ടകൾ വിളിച്ചതനുസരിച്ച് അവർക്ക് വാതിൽ തുറക്കാനായിട്ട് പ്രിയങ്ക പമ്മി വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്